അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് മക്കളെ വിശേഷം? അപ്പോൾ നമ്മുടെ കുഞ്ഞടുക്കളയിൽ കുറച്ച് വിശേഷങ്ങളാണ്. ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങി പിന്നെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് രാവിലത്തെ നമ്മുടെ മാവേലിലെ മാങ്ങാണേ, മുങ്ങാണ്ട മാങ്ങ. നമ്മുടെ മാവേലി ആദ്യമായിട്ട് പറിച്ച് ഞാൻ വെച്ച് പഴുപ്പിച്ചതാണ്. പിന്നെ പഴവും ഏത്തയ്ക്കായും പേരയ്ക്കായും ഒക്കെ ഇരിക്കുന്ന, അതുകൊണ്ട് ഞാൻ പുട്ടാണ് ആക്കിയത്. അങ്ങനെ പുട്ട് കഴിക്കാനായിട്ട് എടുത്ത് ഒരു കഷ്ണം ഏത്തയ്ക്കായും ഒരു പഴവും എടുത്ത് പുട്ട് കഴിക്കാം. പുട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ അതെല്ലാം എടുത്തു. പിന്നെ നമുക്ക് കിളിമീനാണ് കിട്ടിയത്. അത് മുളക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മുളക് കറി എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒരിച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാമെങ്കിൽ നല്ല രുചിയാണ് കറിക്ക്. പിന്നെ 2 ബീറ്റ്റൂട്ടുണ്ട്, അതൊന്ന് തോരൻ വയ്ക്കാം. തോരൻ അരിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാം ഒന്നും എടുത്തില്ല, അവിടെ ഇവിടെയൊക്കെ ഇട്ടൊരു ശകലം. അപ്പോൾ മീനെല്ലാം വെട്ടി തേച്ച് കഴുകിക്കൊണ്ട് വന്ന് അരപ്പെല്ലാം റെഡിയായി. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് തരിക. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് കറി ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തു. അപ്പോൾ മുളകും പിന്നെ കൊച്ചുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വഴറ്റിയെടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറിയാണ്. പിന്നാണെങ്കിൽ നമ്മുടെ ബീറ്റ്റൂട്ടെല്ലാം അരിഞ്ഞതാണ്, നോക്കിക്കേ. അതുമെല്ലാം കറിയായി, തോരനായി. ബീറ്റ്റൂട്ട് തോരന് പച്ചമുളകും ബീറ്റ്റൂട്ടും കൂടെ അരിഞ്ഞ് ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞ് തേങ്ങായും മഞ്ഞൾപ്പൊടി ഇട്ട് വരട്ടി അങ്ങനെ അതും തോരനാക്കി. പിന്നെ പപ്പടവും പരിപ്പും ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ കാണുന്നില്ല. അങ്ങനെ കറിയെല്ലാം സെറ്റായി. പിന്നെ നമ്മുടെ വൈകിട്ടത്തെ ചായക്കടിയാണ്. ഇച്ചിരി അവൽ നനച്ചെടുത്ത്, അവലിരിപ്പുണ്ടായിരുന്നു, തേങ്ങായും ഉണ്ടയിട്ട് ശർക്കരയിട്ട് നനച്ചെടുത്ത് ഇച്ചിരി അലുവ ഉണ്ടായിരുന്നു, അത് മുറിച്ച് വെച്ച് കട്ടൻ ചായ. അപ്പോൾ അസ്സലാമലൈക്കും.